KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു. SSF സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മജാഗരണ യാത്രയ്ക്ക് നാളെ സമാപനം. ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് അവസരം ലഭിച്ചവർ ഒന്നാം ഗഡു തുക ഈ മാസം 23-നകം ബാങ്കിലടക്കണം. മുഖ്യമന്ത്രിക്കെതിരായ സരിതയുടെ ലൈംഗികാരോപണം വ്യാജമെന്ന് സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. പ്രമേഹത്തെ കീഴടക്കൂ എന്ന സന്ദേശവുമായി ഇന്ന് ലോക ആരോഗ്യദിനം. മഹാരാഷ്ട്രയിൽ വെള്ളത്തിനായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പതാകയെ അവഹേളിച്ചുവെന്ന പരാതി കോടതിയിൽ. എല്ലാവരും ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന നാടാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് ബാബ രാംദേവ്. കോഴിക്കോട് നടന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് മലയോര മേഖലയുടെ ആദരവും നിർധന കുടുംബത്തിനുള്ള വാഹനത്തിന്റെ താക്കോൽദാനവും ശനിയാഴ്ച തിരുവമ്പാടിയിൽ. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനം ഒരുക്കി വാട്സപ്പിന്റെ പുതിയ അപ്ഡേഷൻ. വാർത്തകൾ വിശദമായി. സോളാർ കേസിലെ പ്രതി സരിത എസ് നായരുടെ ഇപ്പോൾ പുറത്തുവന്ന കത്ത് വ്യാജമെന്ന് സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. പുതിയ കത്തിൽ കൂട്ടിച്ചേർക്കലും തിരുത്തലുകളുമുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ ലൈംഗികാരോപണം വ്യാജമെന്നും ഇത് ആദ്യത്തെ കത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും ഫെനി പറയുന്നു. ഇപ്പോഴത്തെ കത്ത് പുറത്തുവിട്ടതിന് പിന്നിൽ ആരെന്ന് തനിക്കറിയാമെന്നും ഫെനി ബാലകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. കത്ത് കറക്റ്റല്ല. കത്ത് അതിനകത്ത് കണ്ടൻസ് കറക്റ്റല്ല. അതിനകത്ത് കുറച്ച് അഡീഷനും കുറച്ച് പ്ലസ് മൈനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കമ്മീഷനോട് സംസാരിച്ച ശേഷം ഞാൻ വിശദമായ ഡീറ്റെയിൽ അതിനായിട്ട് പറയാം. ആരെ അത് ചെയ്യിപ്പിച്ചെന്നുള്ളതും എനിക്കറിയാം. കേരള മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, ഞാൻ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതേക്കുറിച്ചുള്ള ആരോപണം, സെക്ഷൽ ആരോപണം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു ആരോപണമായപ്പോൾ അത് ശരിയല്ല. പഴയ കത്തിലില്ലായിരുന്നു. പ്രമേഹത്തെ കീഴടക്കൂ എന്ന സന്ദേശവുമായി ഇന്ന് ലോക ആരോഗ്യദിനം. 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ പ്രമേഹബാധിതരുടെ എണ്ണത്തിൽ 8% വർധനയാണ് ലോകാരോഗ്യ സംഘടന രേഖപ്പെടുത്തിയത്. ദേശീയ ശരാശരിയുടെ 3 മടങ്ങാണ് കേരളത്തിലെ പ്രമേഹ രോഗബാധിതരുടെ എണ്ണം. ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലെ നിശബ്ദ കൊലയാളിയാണ് പ്രമേഹം. അർബുദത്തേക്കാൾ ഭയക്കണം പ്രമേഹത്തെ. കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ലോകത്താകെ ഒരു ദശാബ്ദത്തിനിടെ 15 മുതൽ 25% വരെയാണ് പ്രമേഹ രോഗബാധിതർ വർദ്ധിച്ചത്. പ്രമേഹത്തെ ചെറുക്കാനും ചികിത്സ വ്യാപകമാക്കാനുമുള്ള സന്ദേശമാണ് അതിനാൽ ഈ വർഷം ലോകാരോഗ്യ ദിനത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഏറ്റെടുക്കുന്നത്. 62 ലക്ഷം പ്രമേഹബാധിതർ ഇന്ത്യയിൽ അധിവസിക്കുന്നുവെന്നാണ് കണക്ക്. രാജ്യത്തെ പ്രമേഹ തലസ്ഥാനമെന്ന് രാജ്യാന്തര ഡയബറ്റിക് ഫെഡറേഷൻ വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ എറണാകുളവും തിരുവനന്തപുരവുമാണ് രോഗബാധിതരിൽ മുന്നിൽ. Urban population prevalence is going to is reaching as high as 12 to 15%, and rural Kerala 3 to 5% ഓളം prevalence ഉണ്ട്. കേരളത്തിലെ പ്രമേഹ രോഗബാധിതരിൽ 66% അതിഗുരുതരമായ അവസ്ഥയിലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കേരളത്തിലുള്ള ഡയബറ്റിക് പേഷ്യൻസിന്റെ ഇടയിൽ ഡയബറ്റീസിന്റെ കൺട്രോൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒറ്റ ദിവസം HbA1c എന്ന് പറയുന്ന ഈ ടെസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പം അന്ന് നിയർലി അറൌണ്ട് 3,700 പേഷ്യൻസ് കെയിം അപ്പ് ഫോർ ഇൻ എ സിംഗിൾ ഡേ. അതിനകത്ത് നിയർലി 2,052 were ഡയബറ്റിക്സ്. അലസജീവിതവും അമിത ഭക്ഷണവും അതേ തുടർന്നുണ്ടാകുന്ന അമിതവണ്ണവുമാണ് പ്രധാന വില്ലൻ. ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, അന്ധത തുടങ്ങിയ സങ്കീർണ രോഗാവസ്ഥകളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ദീർഘകാലം ചികിത്സ നടത്താത്തതും തിരിച്ചറിയാത്തതുമാണ് രോഗം വഷളാകാൻ പ്രധാന കാരണം. ചികിത്സിച്ച് മാറ്റാനാകില്ല പ്രമേഹം. ഒന്നേയുള്ളൂ വഴി: ആരോഗ്യകരമായ ജീവിതക്രമം പാലിച്ച് രോഗം വരാതെ കാക്കുക. ശരീരം മെലിയാൻ പച്ചില മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയിലായിരുന്നു യുവാവ്. പ്രമേഹനില കുത്തനെ ഉയർന്നതിനെ തുടർന്ന് മരിച്ചു. വലിയകണ്ഠം രാജശ്രീ ഭവനിൽ ശശിയുടെ മകൻ മനു എസ് നായരാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ച ശേഷം മൃതദേഹം പൈനാവ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പ്രമേഹനില കൂടിയതിനാലാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
എല്ലാവരും ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന നാടാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് ബാബ രാംദേവ് കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. ജാതിമത വിശ്വാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന നാടാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് ബാബ രാംദേവ് പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മഹാഭാരതം ധർമ്മരക്ഷാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് ഏതെങ്കിലും മതത്തിനു വേണ്ടിയല്ല, രാഷ്ട്രത്തിനു വേണ്ടിയാണ്. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ തുടങ്ങി എല്ലാ മതക്കാരും ഇത് വിളിക്കാൻ തയ്യാറാകണം. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്താൽ ഹിന്ദുത്വയിൽ നിന്ന് അകന്നുപോയവരെ തിരികെ കൊണ്ടുവരാനുള്ള ബാധ്യതയുണ്ട്. ഹിന്ദുസ്ഥാനിൽ ജീവിച്ച എല്ലാവരും ഹിന്ദുക്കളായിരുന്നുവെന്ന് അംഗീകരിക്കാൻ തയ്യാറാവണം. ഭാരതീയതയും മാതൃരാജ്യത്തെയും ഉൾക്കൊള്ളാത്ത തത്വശാസ്ത്രങ്ങളെ അംഗീകരിക്കാനാവില്ല. വന്ദേ മാതരം എന്ന ശബ്ദത്തെ പോലും വിവാദമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ നമ്മുടെ രാജ്യത്തു നിന്നും ധനം കൊണ്ടുപോകുന്നുണ്ട്. അതില്ലാതാക്കാൻ സ്വദേശി വസ്തുക്കളുടെ പ്രചരണത്തിന് പ്രാധാന്യം നൽകണം. കച്ചവട താൽപര്യത്താലല്ല, സ്വദേശ വസ്തുക്കളുടെ പ്രചരണത്തിനും അതുവഴി രാജ്യത്തിന്റെ സമ്പത്ത് രാജ്യത്തിനകത്തു തന്നെ ഉപയോഗിക്കാനുമാണ് താൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചു നിന്ന് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചാൽ കുത്തക കമ്പനികളെ ശീർഷാസനത്തിലാക്കാം. ഹിന്ദുത്വയുടെ സംഘടിത ശക്തിയാണ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടത്. ഹിന്ദുക്കൾ സംഘടിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നാണ് ഇന്നത്തെ പല സംഭവങ്ങളും പഠിപ്പിക്കുന്നത്. മലയാളത്തിൽ പ്രസംഗം തുടങ്ങിയ അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികളുടെയും ഒട്ടനവധി പുണ്യാത്മാക്കളുടെയും ജന്മഭൂമിയായ കേരളത്തെ ആദരിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. കടുത്ത ജലക്ഷാമം രൂക്ഷമായ മഹാരാഷ്ട്രയിൽ വെള്ളത്തിനായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. ഇതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചേക്കും. ജലത്തിന്റെ ദുരുപയോഗം തടയുന്നതിനും വ്യവസായ ആവശ്യങ്ങൾക്ക് കൂടുതൽ ജലം ഉപയോഗിക്കുന്നതിനുമെതിരെ നടപടികളും കർശനമാക്കി. അതേസമയം IPLനായുള്ള ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നത് ബോംബെ കോടതിയിൽ ഇന്നും തുടർന്നു. മുംബൈയിൽ നിന്നും 335 കിലോമീറ്റർ അകലെ ഔറംഗാബാദ് ജില്ലയിലെ പിൻപ്രി ഗ്രാമത്തിലെ കാഴ്ചയാണത്. ആഴ്ചകളുടെ കാത്തിരിപ്പിന് ശേഷം എത്തുന്ന കുടിനീര് സ്വന്തമാക്കാൻ കലഹിക്കുകയാണ് ജനങ്ങൾ. വെള്ളമെത്തിക്കാമെന്ന സർക്കാർ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷയറ്റതോടെ വേറെ അവസ്ഥയില്ലാതായി. 40-50 കിലോമീറ്ററുകൾ താണ്ടി വേണം ജലം കണ്ടെത്താൻ. ഔറംഗാബാദിലെ മാത്രം അവസ്ഥയല്ലിത്. ലാത്തൂർ, ബീഡ്, പർബണി, ജൽന, താനെ എന്നീ സ്ഥലങ്ങളിലും ജലക്ഷാമം ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കുന്നു. നിലവിൽ ലാത്തൂരിലും പർബണിയിലും ജലസ്രോതസ്സുകൾക്കു സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസ്ഥ കൂടുതൽ മോശമാകുന്ന പക്ഷം നിരോധനാജ്ഞ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കും. പാടങ്ങളെല്ലാം വരൾച്ചയിൽ നശിച്ചതോടെ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. പക്ഷേ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി. जबकि ये हालात में गुजारा नहीं होता. शासन का कैसा नियोजन है कि 30,000 रोक और 17,000 की एफडी बोले तो अभी काम के नहीं ना. वो 17,000 है भी लेकिन यूज में नहीं आते. വെള്ളത്തിന്റെ ദുരുപയോഗം കുറയ്ക്കാൻ താനെയിൽ ജില്ലാ ഭരണാധികാരികൾ കർശന നടപടികളുമായി രംഗത്തെത്തി. അതേസമയം IPLനായുള്ള ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജികളിന്മേൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് കോടതിയിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പതാകയെ അവഹേളിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി ഡൽഹി കോടതി പരിഗണനയ്ക്കെടുത്തു. ദേശീയ യോഗാ ദിനത്തിലും US പര്യടന വേളയിലും നരേന്ദ്രമോദി ദേശീയ പതാകയെ അവഹേളിച്ചെന്നാണ് പരാതി. മോദിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിനു നിർദ്ദേശം നൽകണമെന്ന് പരാതിക്കാരനായ ആശിഷ് ശർമ്മ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഹർജി ഗൌരവത്തിലെടുക്കുന്നതായും മെയ് 9 ഇത് പരിഗണിക്കുമെന്നും മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് സനിഗ്ധ സാർവര്യ പറഞ്ഞു. പരാതിക്കാരനോട് തക്കതായ തെളിവുകൾ ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടു. യോഗാ ദിനത്തിൽ ഇന്ത്യാ ഗേറ്റിൽ നടന്ന ചടങ്ങിനിടെ ഇന്ത്യൻ ദേശീയ പതാക ഷാളായി ഉപയോഗിച്ചെന്നും ഇതുകൊണ്ട് മുഖവും കഴുത്തും തുടച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് അനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് മോദി ചെയ്തത്. US പ്രസിഡന്റ് ബറാക് ഒബാമക്ക് ഇന്ത്യൻ പതാക കൈമാറുന്ന വേളയിൽ അദ്ദേഹം ഈ അവഹേളനം ആവർത്തിച്ചുവെന്നും പതാകയ്ക്ക് മുകളിൽ ഒപ്പുചാർത്തുകയുണ്ടായെന്നും പരാതിയിൽ പറയുന്നു. 2002 നാഷണൽ ഫ്ളാഗ് കോഡ് അനുസരിച്ച് ഇത് കുറ്റകരമാണ്. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഫയൽ ചെയ്ത മാനനഷ്ടക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. കെജ്രിവാളിന് പുറമെ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് 5 നേതാക്കൾക്കും ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചതിനാലാണ് കെജ്രിവാളിനെതിരെ ജെയ്റ്റ്ലി കേസ് കൊടുത്തത്. 20,000 രൂപയുടെ പേഴ്സണൽ ബോണ്ടിന്മേലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വാട്സ്ആപ്പ് ഉപഭോക്താക്കളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്നതിന് സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത തരത്തിൽ രഹസ്യ കോഡാക്കാനുള്ള സംവിധാനവുമായി വാട്സ്ആപ്പ് രംഗത്ത്. ഉപഭോക്താക്കളുടെ സ്വകാര്യ സന്ദേശങ്ങൾക്കും പരസ്പര ആശയ കൈമാറ്റത്തിനും പരിപൂർണ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ്
പുതിയ നവീകരണമെന്ന് വാട്സപ്പ് ഔദ്യോഗിക ബ്ലോഗിലൂടെ അറിയിച്ചു. ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കാണ് ഈ സൗകര്യം ലഭിക്കുക. അയക്കുന്ന ടെക്സ്റ്റ് സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, മറ്റു ഫയലുകൾ, വോയിസ് മെസ്സേജുകൾ എന്നിവ ഡിഫോൾട്ടായി എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അയക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ഒഴികെ മറ്റാർക്കും സന്ദേശങ്ങൾ വായിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കില്ല. വാട്സപ്പ് ഗ്രൂപ്പുകളിലെ സന്ദേശങ്ങൾക്കും ഇത് ബാധകമായിരിക്കും. ഉപഭോക്താക്കൾ ഗ്രൂപ്പിൽ അയക്കുന്ന സന്ദേശങ്ങൾ സൈബർ ക്രിമിനലുകൾക്കും ഹാക്കർമാർക്കും മനസ്സിലാക്കാനോ വായിക്കാനോ സാധിക്കില്ല. അതേസമയം ഉപയോക്താക്കളുടെ സന്ദേശങ്ങൾ ഗവൺമെന്റുകൾക്ക് ചോർത്തി നൽകാൻ കമ്പനി തീരുമാനിച്ചാലും സാധിക്കില്ലെന്നതാണ് ഈ അപ്ഡേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സെക്യൂരിറ്റി ടെക്നോളജി ഉപയോഗിച്ചാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രവർത്തിക്കുന്നത്. ഇതുമൂലം ഒരു ഡിവൈസിൽ നിന്നും മറ്റൊരു ഡിവൈസിലേക്ക് അയക്കുന്ന സന്ദേശം ചോർത്താനാവില്ല. ഈ സംവിധാനം പ്രവർത്തനമാക്കാൻ ഉപഭോക്താക്കളുടെ ചാറ്റ് ബോക്സിലെ ഏതെങ്കിലും കോൺടാക്ട് എടുത്ത് അതിൽ കാണുന്ന എൻഡ് ടു എൻഡ് എന്ന എൻക്രിപ്ഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന QR കോഡും 60 അക്ക സംഖ്യയും ആ വ്യക്തിയുമായി ഷെയർ ചെയ്താൽ ഇരുവർക്കുമിടയിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സുരക്ഷാ സംവിധാനം ആക്ടിവേറ്റ് ആകും. ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജിന് അവസരം ലഭിച്ചവർ ഒന്നാം ഗഡു തുകയായ 81,000 രൂപ ഈ മാസം 23-നകം ബാങ്കിലടക്കണം. തുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ഏതെങ്കിലും ശാഖകളിൽ അടക്കാവുന്നതാണ്. അപേക്ഷകർ തുക ബാങ്ക് റഫറൻസ് നമ്പർ ഉപയോഗിച്ച് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ്. പേ ഇൻ സ്ലിപ്പിന്റെ ഒറിജിനലും ഒരു കോപ്പിയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കണം. ഒരു കവറിൽ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ മുഴുവൻ പേരുടെയും തുക ഒന്നിച്ചടക്കേണ്ടതാണ്. പേ ഇൻ സ്ലിപ്പിന്റെ പിൽഗ്രിം കോപ്പി മുഖ്യ അപേക്ഷകൻ സൂക്ഷിക്കേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഈ മാസം തന്നെ ഹാജരാക്കാവുന്നതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഹജ്ജ് അപേക്ഷാ ബുക്കിൽ ലഭ്യമാണ്. പണമടക്കുന്നതിന് ഓരോ കവറിനും പ്രത്യേക റഫറൻസ് നമ്പറുകളായിരിക്കും. ബാങ്ക് റഫറൻസ് നമ്പറും കവർ നമ്പറും രേഖപ്പെടുത്തിയ പേ ഇൻ സ്ലിപ്പ് ഹജ്ജ് കമ്മിറ്റിയുടെ www.hajjcommittee.com എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിശ തോട്ടിടും ദീപവുമാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിൽ SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ധർമ്മജാഗരണ യാത്ര നാളെ രാമനാട്ടുകരയിൽ സമാപിക്കും. ഏപ്രിൽ 1 കാസർകോട്ട് നിന്ന് സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫിയുടെയും എറണാകുളത്ത് നിന്ന് ജനറൽ സെക്രട്ടറി M അബ്ദുൽ മജീദിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച യാത്രയ്ക്ക് പ്രാസ്ഥാനിക കുടുംബം വിവിധ കേന്ദ്രങ്ങളിൽ പ്രൌഢമായ സ്വീകരണമൊരുക്കിയിരുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് 2 യാത്രകളും ഫറോക്ക് ചുങ്കത്ത് സംഗമിക്കും. മലപ്പുറം വെസ്റ്റ്, മലപ്പുറം ഈസ്റ്റ്, കോഴിക്കോട് ജില്ലകളിലെ ധർമ്മസംഘം അംഗങ്ങൾ റാലിയായി യാത്രാസംഘത്തെ സമാപനവേദിയായ രാമനാട്ടുകരയിലേക്ക് ആനയിക്കും. സമാപന സമ്മേളനം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി സന്ദേശ പ്രഭാഷണവും M അബ്ദുൽ മജീദ് പ്രമേയ പ്രഭാഷണവും നിർവഹിക്കും.
PA മുഹമ്മദ് ഫാറൂഖ് നൈമി മുഖ്യപ്രഭാഷണം നടത്തും. കോടമ്പുഴ ബാബ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, AP അബ്ദുൽ കരീം ഹാജി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സംബന്ധിക്കും. വേനൽ ചൂടിന് ആശ്വാസമായെത്തിയ കുളിർമഴയ്ക്കൊപ്പം തിരുത്തെഴുത്തിന്റെ സ്നേഹമന്ത്രങ്ങളുമായെത്തിയ ധർമ്മധ്വജവാഹകർക്ക് കാനനനാടിന്റെ ഊഷ്മള വരവേൽപ്പ്. കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വയനാട്ടിലേക്ക് പ്രവേശിച്ച SSF ഉത്തരമേഖല ധർമ്മജാഗരണ യാത്ര മലനാടിന്റെ മനം കവർന്നു. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി നയിക്കുന്ന യാത്രയെ ജില്ലാ അതിർത്തിയിൽ പ്രാസ്ഥാനിക നേതാക്കൾ ചേർന്ന് വയനാട്ടിലേക്ക് വരവേറ്റു. SYS ജില്ലാ പ്രസിഡന്റ് KS മുഹമ്മദ് സഖാഫി യാത്രാനായകന് ഉപഹാരം സമ്മാനിച്ചു. തുടർന്ന് മുട്ടിൽ, 4 മൈൽ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ഇന്ന് സുൽത്താൻ ബത്തേരിയിലും ഗൂഡല്ലൂർ, എടക്കര എന്നീ കേന്ദ്രങ്ങളിലും ഉത്തരമേഖലാ യാത്രയ്ക്ക് സ്വീകരണം നൽകി. SSF സംസ്ഥാന സെക്രട്ടറി M അബ്ദുൽ മജീദ് നയിക്കുന്ന മധ്യമേഖലാ ജാഗരണ യാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ ആവേശോജ്വല സ്വീകരണങ്ങൾ. ചൊവ്വാഴ്ച ജില്ലയിൽ പ്രവേശിച്ച യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ ഊഷ്മള വരവേൽപ്പാണ് ലഭിക്കുന്നത്. ഇന്നലെ ചമ്രവട്ടം, വൈലത്തൂർ, താനൂർ, കോട്ടക്കൽ, കൊളപ്പുറം എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. യാത്ര ഇന്ന് വേങ്ങര, മലപ്പുറം, പാണ്ടിക്കാട്, എടവണ്ണ എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം അരീക്കോട് സമാപിച്ചു. CK ഷക്കീർ, K അബ്ദുറഷീദ് നരീക്കോട്, PK മുഹമ്മദ് ഷാഫി, CP ഷഫീഖ് ബുഖാരി സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രമേയ പ്രഭാഷണം നടത്തി. സ്വീകരണ സമ്മേളനത്തിന്റെ ഭാഗമായി മുസ്ലിം രാഷ്ട്രീയം സമുദായത്തോട് ചെയ്തതെന്ത് എന്ന വിഷയത്തിൽ കോട്ടക്കലിൽ നടന്ന ചർച്ചാ സമ്മേളനത്തിൽ ഡോക്ടർ KT ജലീൽ MLA, CK അബ്ദുൽ അസീസ്, TP അഷ്റഫ് അലി, AP മുഹമ്മദ് സംസാരിച്ചു. KSM ഷാജഹാൻ സഖാഫി വിഷയാവതരണം നടത്തി. കൊളപ്പുറത്ത് നടന്ന സ്വീകരണ സമ്മേളനം SYS മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PA മുഹമ്മദ് ഫാറൂഖ് നൈമി ആത്മീയ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മലയോര മേഖലയിലെ സുന്നി സംഘ കുടുംബങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുന്നു. ഈ മാസം 9 തിരുവമ്പാടിയിലാണ് സ്വീകരണ സമ്മേളനം നടക്കുക. തിരുവമ്പാടി ടൌൺ സാന്ത്വന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബത്തിന് നൽകുന്ന ഓട്ടോറിക്ഷയുടെ താക്കോൽദാനവും സാന്ത്വനത്തിന്റെ പുതിയ പദ്ധതിയിലേക്കുള്ള ഫണ്ട് സ്വീകരണവും സാന്ത്വനം സമിതി പ്രഖ്യാപനവും നടക്കും. വയലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരി കാന്തപുരം ഉസ്താദിനെ ആദരിക്കും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ MI ഷാനവാസ് MP ഉദ്ഘാടനം ചെയ്യും. വടശ്ശേരി ഹസൻ മുസ്ലിയാർ അനുമോദന പ്രഭാഷണം നടത്തും. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ, VM ഉമർ മാസ്റ്റർ MLA, മുൻ MLA ജോർജ് M തോമസ്, T വിശ്വനാഥൻ, G അബൂബക്കർ, നാസർ സഖാഫി കരിറ്റിപ്പറമ്പ്, നാസർ ചെറുവാടി തുടങ്ങിയവർ പ്രസംഗിക്കും. അബ്ദുൽ ലത്തീഫ് സഖാഫി, അബ്ദുൽ കരീം വാലയിൽ, അബു ഫായിസ, അബ്ദുൽ കലാം ഹാജി, മൊയ്തീൻ കോയ KV തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു. SSF സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മജാഗരണ യാത്രയ്ക്ക് നാളെ സമാപനം. ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് അവസരം ലഭിച്ചവർ 1ാം ഗഡു തുക ഈ മാസം 23-നകം ബാങ്കിലടക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പതാകയെ അവഹേളിച്ചുവെന്ന പരാതി കോടതിയിൽ. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് മലയോര മേഖലയുടെ ആദരവും നിർധന കുടുംബത്തിനുള്ള വാഹനത്തിന്റെ താക്കോൽദാനവും ശനിയാഴ്ച തിരുവമ്പാടിയിൽ. മുഖ്യമന്ത്രിക്കെതിരായ സരിതയുടെ ലൈംഗികാരോപണം വ്യാജമെന്ന് സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. മഹാരാഷ്ട്രയിൽ വെള്ളത്തിനായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചേക്കും. പ്രമേഹത്തെ കീഴടക്കൂ എന്ന സന്ദേശവുമായി ഇന്ന് ലോക ആരോഗ്യദിനം. എല്ലാവരും ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന നാടാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് ബാബ രാംദേവ്. കോഴിക്കോട് നടന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനം ഒരുക്കി വാട്സ്ആപ്പിന്റെ പുതിയ അപ്ഡേഷൻ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.